25 കോടിയുടെ ബമ്പർ അടിച്ചാൽ പിന്നെ ലൈഫ് കളറായി. പക്ഷേ ഒരു സത്യം പറയട്ടെ, ലോട്ടറി അടിക്കുന്ന 10-ൽ 7 പേരും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പഴയതിനേക്കാൾ വലിയ കടക്കാരായി മാറും. എങ്ങനെയുണ്ട് ട്വിസ്റ്റ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ലോട്ടറി അടിക്കുന്നത് ഭാഗ്യമാണ്, പക്ഷെ അത് നിലനിർത്തുന്നത് ബുദ്ധിയാണ്. നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്ന വലിയൊരു തുക കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നതാണ് സത്യം. ലോട്ടറി അടിച്ച കാശല്ലേ, കുറച്ച് ചെലവാക്കിയാൽ എന്താ എന്ന ആ ഒരു ചിന്തയാണ് പലരെയും കുഴിയിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഈസി മണി പെട്ടെന്ന് തീർന്നു പോകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. വെൽത്തും ഇൻകവും രണ്ടാണ്. പണിയെടുത്തുണ്ടാക്കുന്ന പണം നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ചെലവാക്കൂ, കാരണം അതിന് പിന്നിൽ നമ്മുടെ വിയർപ്പുണ്ട്. എന്നാൽ ലോട്ടറി അടിച്ച കാശ് നമുക്ക് ആകാശത്ത് നിന്ന് വീണതുപോലെ തോന്നും. ലോട്ടറി അടിച്ചാൽ ഉടനെ നമ്മൾ വലിയ വീട് വയ്ക്കും, ലക്ഷങ്ങളുടെ കാറ് വാങ്ങും, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും വാരിക്കോരി കൊടുക്കും. പക്ഷെ ഈ വീടും കാറും മെയിൻറ്റെയിൻ ചെയ്യാൻ മാസം ലക്ഷങ്ങൾ വേണം എന്ന് പലരും മറന്നുപോകും. കയ്യിലുള്ള കാശ് തീർന്നതോടെ ആ ആഡംബരങ്ങൾ നിലനിർത്താൻ കഴിയാതെ വരികയും ഒടുവിൽ കടക്കിണിയിൽ ആവുകയും ചെയ്യും. ഇതിനെയാണ് സൈക്കോളജിയിൽ സഡൻ വെൽത്ത് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ലോട്ടറി അടിച്ചാൽ അടുത്ത പ്രശ്നം വരുന്നത് ചുറ്റുമുള്ളവരിൽ നിന്നാണ്. അതുവരെ കാണാത്ത ബന്ധുക്കളും സഹായം ചോദിച്ച് വരുന്നവരും നിങ്ങളുടെ വീടിന് മുന്നിൽ ക്യൂ നിൽക്കും. എല്ലാവരെയും സഹായിക്കാൻ പോയാൽ നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് കാലിയാകും. പലപ്പോഴും ലോട്ടറി അടിച്ചവർക്ക് സ്വന്തം നാട്ടിൽ സമാധാനമായി ജീവിക്കാൻ പോലും കഴിയാറില്ല. ഈ മാനസിക സമ്മർദ്ദം കാരണം പലരും തെറ്റായ ബിസിനസ്സുകളിൽ പണം നിക്ഷേപിക്കുകയും എല്ലാം തകരുകയും ചെയ്യുന്നു. ലോട്ടറി അടിച്ചാൽ ജീവിതം തകരാതിരിക്കാൻ ചില വഴികളുണ്ട്. പണം കിട്ടിയാൽ ഉടനെ ആഡംബരങ്ങളിൽ തുടങ്ങരുത്. കുറഞ്ഞത് 1 വർഷമെങ്കിലും ആ പണം ബാങ്കിൽ സുരക്ഷിതമായി വെക്കുക. ഒരു നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് പണം എവിടെ നിക്ഷേപിക്കണം എന്ന പ്ലാൻ ചെയ്യുക. ലോട്ടറി അടിച്ച പണം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ആ പണം നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുന്ന ലാഭം കൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾ എന്നും കോടീശ്വരനായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നത് നിങ്ങളെ പണക്കാരനാക്കിയേക്കാം, പക്ഷെ നിങ്ങളെ കോടീശ്വരനായി നിലനിർത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമാണ്. പണം വരുന്നത് ഭാഗ്യം കൊണ്ടാവാം, പക്ഷെ അത് നിലനിർത്തുന്നത് ബുദ്ധി കൊണ്ടാണ്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? വീട് വെക്കുമോ അതോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.